ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് സെക്കൻഡ് പാർട്ട് ദുറൂസുൽ ഇസ്ലാമിൻ്റെ റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ പാഠങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പാഠത്തുനിന്ന് വരുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും പാഠഭാഗങ്ങൾ തുറന്നു വെച്ചിട്ട് ഞാൻ പറയുന്ന ചോദ്യഭാഗങ്ങൾ അടയാളപ്പെടുത്തുക, അവിടെ നന്നായിട്ട് പറഞ്ഞ് പഠിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? അൻഷക്കൽ ഖമർ, ചന്ദ്രനെ പിളർത്തി എന്ന പാഠഭാഗമാണ്. എന്താണ് അതിൽ പറയുന്നത്? മുഅ്ജിസത്തിനെ കുറിച്ചിട്ടാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ് എന്ത്? ചന്ദ്രനെ രണ്ടായി പിളർത്തി കാണിച്ചു കൊടുത്തത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്താണ് എന്ന് പറഞ്ഞിട്ട് താഴെ 3 ഓപ്ഷൻ തരും. അപ്പോൾ അതിൽ ചന്ദ്രനെ രണ്ടായി പിളർത്തി അതുണ്ടോ നോക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഇസ്രാ, മിഅ്റാജ്, കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവെടുക്കൽ, അദൃശ്യ കാര്യങ്ങൾ പ്രവചിക്കൽ, രോഗം സുഖപ്പെടുത്തൽ, ഭക്ഷണം വർദ്ധിപ്പിക്കൽ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ ചിലതാണ്. പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ മുഅ്ജിസത്താണ് എന്ത്? ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ശ്രേഷ്ഠമായ മുഅ്ജിസത്താണ് ഖുർആൻ. ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനാണ്. മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനാണ്, മനസ്സിലാക്കുക. പിന്നെന്താണ്? മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്ത് എന്താണ്? വടി നിലത്തിട്ടാൽ പാമ്പാകും. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിലൊരു വടിയുണ്ട്, അത് നിലത്തിട്ടാൽ പാമ്പാകുമായിരുന്നു. അക്കാലത്തെ സാഹിര്യങ്ങളൊക്കെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പിൽ തോറ്റുപോയിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പിൽ അക്കാലത്തെ സാഹിര്യങ്ങളൊക്കെ തോറ്റുപോയിട്ടുണ്ട്. അതുപോലെ ഈസാ നബി അലൈഹി ഇസ്ലാം പാണ്ഡുരോഗമുള്ളവരെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും അന്ധരായവർക്കൊക്കെ കാഴ്ച തിരിച്ചു കൊടുക്കുകയും അന്ധരായവരെ സുഖപ്പെടുത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുൻപിൽ അന്നത്തെ വൈദ്യന്മാരൊക്കെ മുട്ടുമടക്കിയിട്ടുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പിൽ അന്ധരെയും പാണ്ഡുരോഗമുള്ളവരെയും സുഖപ്പെടുത്തി മരിച്ചവരെ ജീവിപ്പിച്ചു. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെത് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾക്ക് തദ്രിബാത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ എന്താണ്? സ്വപ്ന വ്യാഖ്യാനം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു അത്ഭുത ഒട്ടകത്തെക്കുറിച്ചിട്ടും തദ്രിബാത്തിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെന്താണ് ഈ പാഠത്തെന്ന് പറയുന്നത്? ഖുർആനിനെ കുറിച്ചിട്ട് 5 വരിയിൽ എഴുതാം വന്നാൽ എന്ത് എഴുതാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. മുഅ്ജിസത്തുകളിൽ പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനാണ്. അത് എന്നെന്നും നിലനിൽക്കുകയും ചെയ്യും. അക്കാലത്തെ സാഹിത്യകാരന്മാരൊക്കെ അത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു സൂറത്തിന് സമാനമായത് പോലും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നും ഖുർആനിലെ ആയത്തുകൾ ശാസ്ത്രജ്ഞന്മാരെ ചിന്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ശാസ്ത്രജ്ഞരെയും ചിന്തകരെയും അത്ഭുതപ്പെടുത്തുന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ മാറ്റങ്ങളുടെ ഘട്ടങ്ങൾ, ഭൂമിയുടെ ആകൃതി തുടങ്ങി നിരവധി കാര്യങ്ങൾ ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആനെ കുറിച്ചിട്ട് 5 വരിയിൽ എഴുതാമെന്ന് അത് എഴുതാം. അപ്പോൾ എന്താണ് മുഅ്ജിസത്ത് എന്ന ചോദ്യം വന്നാൽ എന്ത് എഴുതും? എന്താണ്? അല്ലാഹു തആല നബിമാരിലൂടെ വെളിപ്പെടുത്തുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അല്ലാഹു തആല നബിമാരിലൂടെ വെളിപ്പെടുത്തുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. എന്തിനാണ് നബിമാർക്ക് മുഅ്ജിസത്ത് നൽകുന്നത്? എന്തിനാണ്? ചോദ്യം വന്നാൽ എന്ത് ചെയ്തും? നബിമാരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കാനാണ്. നബിമാരാണെന്ന്
ജനങ്ങൾ മനസ്സിലാക്കാനാണ് നബിമാർക്ക് അല്ലാഹു തആല മുഅ്ജിസത്ത് നൽകുന്നത്. മനസ്സിലാക്കുക. അൽ ഖുർആൻ ഹുവ അക്ബർ മുഅ്ജിസാത്തു. സാരമെഴുതുക എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇത് എഴുതണം, ഖുർആൻ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അതുപോലെ അൽ ഖുർആൻ ഹുവ അക്ബർ ഡാഷ്. എന്താണ് മുഅ്ജിസാത്ത്? നമുക്ക് അവിടെ എഴുതാൻ കഴിയണം. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. തദ്രിബാത്തൊക്കെ ഇതിൻ്റെ കൂടെ നന്നായി പഠിക്കുക. നമ്മൾ പാഠഭാഗം മാത്രമാണ് പറയുന്നത്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? മാലു റാബി, ലാഭം നൽകുന്ന മുതൽ. അതിനെക്കുറിച്ചിട്ടാണ് ഈ പാഠത്ത് പറയുന്നത്. എന്താണ്? മദീനയിലെ ധനികനായ ഒരാളായിരുന്നു ആരായിരുന്നു? അബൂ തൽഹ. മനസ്സിലാക്കി പഠിക്കുക. മദീനയിലെ ധനികനായ ഒരാളായിരുന്നു അബൂ തൽഹ. അദ്ദേഹത്തിൻ്റെ തോട്ടം എവിടെയായിരുന്നു? മസ്ജിദുൻ നബവിയുടെ അടുത്ത്. അബൂ തൽഹയുടെ തോട്ടം എവിടെയായിരുന്നു? മസ്ജിദുൻ നബവിയുടെ അടുത്തായിരുന്നു. എന്തായിരുന്നു തോട്ടത്തിൻ്റെ പേര്? എന്തായിരുന്നു തോട്ടത്തിൻ്റെ പേര്? ബൈറുഹാ തോട്ടം. അദ്ദേഹത്തിന് തൻ്റെ സമ്പത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ആ തോട്ടമായിരുന്നു, ബൈറുഹാ തോട്ടം. അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും വരാറുണ്ടായിരുന്നു. എന്തിനായിരുന്നു? ശുദ്ധജലം കുടിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും വന്നിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ശുദ്ധജലം കുടിക്കാനാണ് അവിടേക്ക് വന്നത്. മനസ്സിലാക്കുക. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നന്നായി മനസ്സിലാക്കി പഠിക്കുക. അർത്ഥം എഴുതാൻ വരും, വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. മനസ്സിലാക്കുക. അപ്പം എന്താണ്? നിങ്ങൾക്കിഷ്ടപ്പെട്ടതിൽ നിന്നും ദാനം ചെയ്യുന്നത് വരെ നന്മ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഈ ആയത്ത് ഓതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയപ്പോൾ അബൂ തൽഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താ പറഞ്ഞത്? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഈ ആയത്ത് ഓതിയപ്പോൾ അബൂ തൽഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താ പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ട ബൈറുഹാ തോട്ടം അല്ലാഹു തആലയുടെ മാർഗത്തിൽ ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് എന്താ മറുപടി പറഞ്ഞത്? ഇൻ അത് ലാഭം കിട്ടുന്ന ധനമാണ്. അത് നിങ്ങളുടെ അടുത്ത കുടുംബക്കാർക്കിടയിൽ ഭാഗിക്കുക. മനസ്സിലാക്കുക. അല്ലാഹു തആല സമ്പത്ത് നൽകുന്നത് എന്തിനാണ്? അല്ലാഹു തആല സമ്പത്ത് നൽകുന്നത് നമ്മെ പരീക്ഷിക്കാനാണ്. അല്ലാഹു തആല സമ്പത്ത് നൽകുന്നു നമ്മെ പരീക്ഷിക്കാൻ. അത് അല്ലാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ചെലവഴിക്കാവൂ. എങ്കിൽ പരീക്ഷണത്തിൽ വിജയിക്കും. നമ്മെ പരീക്ഷിക്കാനാണ് അല്ലാഹു തആല സമ്പത്ത് നൽകുന്നത്. അത് അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾക്ക് മാത്രം ചെലവഴിക്കുക. എങ്കിൽ പരീക്ഷണത്തിൽ വിജയിക്കും. അല്ലാഹു തആലക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ പരാജയപ്പെടും. അല്ലാഹു തആലക്ക് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ ചെലവഴിക്കുന്നവർ പരാജയപ്പെടും. എന്തെല്ലാം കാര്യങ്ങൾക്കാണ് അല്ലാഹു തആലക്ക് തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിൽ സമ്പത്ത് ചെലവഴിക്കുക? പള്ളി, മദ്രസ പരിപാലനം, ദാനധർമ്മങ്ങൾ, കുടിവെള്ളം നൽകൽ, സാന്ത്വന പ്രവർത്തനങ്ങൾ തുടങ്ങിയ പൊതു ആവശ്യങ്ങൾക്കും രോഗികളെ ചികിത്സിക്കാനും മറ്റും ചെലവഴിക്കുന്നത് പുണ്യകർമ്മമാണ്. ഇത്ര നല്ല കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നവരെ അല്ലാഹു തആല സഹായിക്കും, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും. അല്ലാഹുവിന് ഇഷ്ടമുള്ള മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? അല്ലാഹു തആല സഹായിക്കും, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും. അല്ലാഹു തആല സഹായിക്കും, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും. മനസ്സിലാക്കുക. ദാനം ചെയ്താൽ എന്താണ് ലഭിക്കുക? ദാനശീലർക്ക് പരലോകത്ത് വലിയ സ്ഥാനമുണ്ട്. അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, സമ്പത്ത് വർദ്ധിക്കും, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടും, ഇഹലോകത്ത് നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കും. അപ്പോൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ദാനം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് ഇതൊക്കെ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ദാനം ചെയ്യുന്നതിലൂടെ അല്ലാഹു തആലയിൽ നിന്നുള്ള പ്രതിഫലം മാത്രമേ ആഗ്രഹിക്കാവൂ. മനസ്സിലാക്കുക. ദാനം ചെയ്യുന്നതിലൂടെ അല്ലാഹു തആലയിൽ നിന്നുള്ള പ്രതിഫലം മാത്രമേ ആഗ്രഹിക്കാവൂ. പ്രശസ്തിക്കോ ഐഹിക നേട്ടങ്ങളോ ആഗ്രഹിക്കരുത്. ദുരാഗ്രഹങ്ങൾ
ഡേഷയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തും. എന്തിൻ്റെ പ്രതിഫലമാണ്? സ്വതക്കയുടെ പ്രതിഫലം. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. ദുരാഗ്രഹങ്ങൾ സ്വതക്കയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തും. മനസ്സിലാക്കുക. രഹസ്യമായി ചെയ്യുന്ന സ്വതക്കക്ക് ഡേഷ് കൂടുതലാണ്. എന്താണ്? പ്രതിഫലം കൂടുതലാണ്. രഹസ്യമായി ചെയ്യുന്ന സ്വതക്കക്ക് പ്രതിഫലം കൂടുതലാണ്. മനസ്സിലാക്കുക. പിശുക്ക് ഒരു ദുർഗുണമാണ്. ഒരു ദുർഗുണമാണ് ഏത്? ചോദ്യം വരും. ഏതാണ്? പിശുക്ക്. പിശുക്ക് ഒരു ദുർഗുണമാണ്. പിശുക്ക് എന്തിനെയെല്ലാം തടയുന്നു? പിശുക്ക് എന്തിനെയെല്ലാം തടയും? മനസ്സിലാക്കുക. നല്ല കാര്യത്തിന് പണം ചെലവഴിക്കുന്നതിനെ അത് തടയുന്നു. സമ്പത്തിനോടുള്ള ആർത്തി ഉണ്ടാക്കുന്നു. അല്ലാഹു തആല നൽകുന്നതാണെന്ന ചിന്തയുടെ കുറവ് വരുന്നു. ദാരിദ്ര്യഭയം തുടങ്ങിയവ പിശുക്കിൻ്റെ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ മനസ്സിലാക്കി പഠിക്കട്ടാ. പിശുക്ക് എന്തിനെയെല്ലാം തടയുന്നു എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നതിനെ അത് തടയും. സമ്പത്തിനോടുള്ള ആർത്തി, അല്ലാഹു തആല നൽകുന്നതാണെന്ന ചിന്തക്കുറവ്, ദാരിദ്ര്യഭയം തുടങ്ങിയവ പിശുക്കിൻ്റെ കാര്യങ്ങളിൽ പെട്ടതാണ്. മനസ്സിലാക്കുക. നിത്യവും 2 മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. എന്താണ്? അല്ലാഹുവേ, ദാനം നൽകുന്നവർക്ക് നീ പകരം നൽകണമേ, പിശുക്ക് കാണിക്കുന്നവർക്ക് നീ നാശം നൽകണമേ എന്ന് നിത്യവും 2 മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഒരായത്ത് പറയുന്നുണ്ട്. എന്താണ്? അല്ലാഹുമ്മ മുൻഫിക്കൻ ഹൽഫൻ അല്ലാഹുമ്മ മുംസിക്കൻ തലഫൻ. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കുന്ന രീതിയിലോ അർത്ഥം എഴുതുന്ന രീതിയിലൊക്കെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ ഇത്തക്കുന്നാറ വലോ ബിഷിക്കും തമ്രത്തിൻ. ഒരു കാരക്ക ചീന്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. എന്തുകൊണ്ട്? ഒരു കാരക്ക ചീന്തെങ്കിലും സ്വതക്ക ചെയ്ത് നരകത്തെ സൂക്ഷിക്കുക എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. നമുക്ക് അടുത്ത പാഠം നോക്കാം. തൊലഅൽ ബദർ, 3-ാമത്തെ പാഠം. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു. എന്താണ് ഈ പാഠത്ത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും റബീഉൽ അവ്വൽ 1 മക്കയിൽ നിന്ന് പുറപ്പെട്ടതാണ് മദീനയിലേക്ക്. റബീഉൽ അവ്വൽ 1 മക്കയിൽ നിന്ന് പുറപ്പെട്ടു മദീനയിലേക്ക്. അന്ന് മദീനക്കാർ കാത്തു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും വരുന്നത് നോക്കാൻ കാത്തു നിൽക്കുകയാണ്. അവർ എവിടെയാണ് കാത്തു നിൽക്കുന്നത്? സനിയത്തുൽ വദായിലെ കുന്നിന് മുകളിലാണ് മദീന നിവാസികൾ കാത്തു നിൽക്കുന്നത്. സനിയത്തുൽ വദായിലെ കുന്നിന് മുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും വരുന്നത് നോക്കി കാത്തു നിൽക്കുന്നത്. കുന്നിന് മുകളിലും ഈത്തപ്പനകളിലൊക്കെ കയറി നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം തൂവള്ള വസ്ത്രധാരികളായ ഒരു സംഘം കടന്നു വരുന്നു എന്ന് ഒരു ജൂതൻ വിളിച്ചു പറയുന്നു. അറബികളെ, നിങ്ങളുടെ സൗഖ്യം അതാ വരുന്നു. ആ ജൂതൻ വിളിച്ചു പറഞ്ഞതാണ്, അറബികളെ, നിങ്ങളുടെ സൗഖ്യം അതാ വരുന്നു എന്ന്. അവിടേക്ക് കുട്ടികളും പുരുഷന്മാരും സ്ത്രീകളും അടക്കം 500-ലധികം ആളുകൾ അവിടേക്ക് എത്തി. 500-ലധികം. മനസ്സിലാക്കുക. അന്ന് തിങ്കളാഴ്ചയായിരുന്നു മദീനക്കാർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂട്ടരും എവിടെത്തി? കുബായിലെത്തി. തിങ്കളാഴ്ച കുബായിലെത്തി. 4 ദിവസം അവിടെ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും എത്ര ദിവസം കുബായിൽ താമസിച്ചു? 4 ദിവസം കുബായിൽ താമസിച്ചു. അവിടെ ഒരു മസ്ജിദ് നിർമ്മിച്ചു. അതിൻ്റെ പേരെന്താണ്? കുബായിൽ നിർമ്മിച്ച മസ്ജിദിൻ്റെ പേര് എന്താണ്? മസ്ജിദുൽ കുബാ. മനസ്സിലാക്കുക. പിന്നെ അവിടുന്ന് ഒരു വെള്ളിയാഴ്ച രാവിലെ വീണ്ടും മദീനയിലേക്ക് പുറപ്പെടുകയാണ്. മദീനയിലേക്ക് തിരിച്ച് ബനു സാലിം ഇബ്നു ഔഫിൻ്റെ സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ജുമുഅ നിർവഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ജുമുഅ ബനു സാലിം ഇബ്നു ഔഫിൻ്റെ സ്ഥലത്ത് വെച്ചിട്ട് ജുമുഅ നിർവഹിച്ചു. 100 പേരാണ് ആ ജുമുഅയിൽ പങ്കെടുത്തത്. മനസ്സിലാക്കുക. 100 പേരാണ് ആ ജുമുഅയിൽ പങ്കെടുത്തത്. ജുമുഅക്ക് ശേഷം അവർ സംഘമായി മദീനയിലേക്ക് പുറപ്പെട്ടു.
അങ്ങനെ റബീഉൽ അവ്വൽ 12 അവർ മദീനയിലെത്തി. റബീഉൽ അവ്വൽ 12 മദീനയിലെത്തി. അവരെ സ്വീകരിക്കാൻ മദീന നിവാസികൾ മത്സരിച്ചു. ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിൽ താമസിപ്പിക്കാൻ മത്സരിച്ചു. ചിലർ കടിഞ്ഞാൻ പിടിച്ചൊട്ടകത്തെ നിർത്താൻ ശ്രമിച്ചു. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? അതിനെ വിട്ടേക്കൂ, എവിടെ മുട്ടുകുത്തണമെന്ന് അതിന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുക, അതിനെ വിട്ടേക്കൂ, എവിടെ മുട്ടുകുത്തണമെന്ന് അതിന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ആരാരോടാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന നിവാസികളോട് പറഞ്ഞതാണ്. മനസ്സിലാക്കുക. പിന്നെന്താണ്? അങ്ങനെ ഒട്ടകം മുട്ടുകുത്തി. എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തി. അബുൽ അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒട്ടകം മുട്ടുകുത്തി. അന്ന് റബീഉൽ അവ്വൽ 12 ആയിരുന്നു. ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മസ്ജിദ് നിർമ്മിച്ചു. അതാണ് മസ്ജിദുൻ നബവി. ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിർമ്മിച്ച മസ്ജിദ് മസ്ജിദുൻ നബവി. മനസ്സിലാക്കുക. പള്ളിയുടെ പണി പൂർത്തിയാകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബുൽ അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കരിക്കാൻ മദീന നിവാസികൾ മത്സരിച്ചു. അവർ പല വിഭവങ്ങൾ ഉണ്ടാക്കി അവരെ സഹായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാനും ഭക്ഷണം നൽകാനും അവർ മുന്നോട്ട് വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വന്ന മുഹാജിറുകളെയും അവർ ഏറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മദീനയിലേക്ക് വന്നവരാണ് മുഹാജിറുകൾ. ആരാണ് മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലേക്ക് വന്നവരാണ് മുഹാജിറുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്ന മുഹാജിറുകളെ സ്വീകരിച്ചവരാണ് ആര്? അൻസാറുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്ന മുഹാജിറുകളെ സ്വീകരിച്ചവരാണ് അൻസാറുകൾ. മനസ്സിലാക്കുക, അൻസാറുകൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന്. മുഹാജിറുകളെ സഹായിച്ച മദീനയിലെ സത്യവിശ്വാസികളാണ് അൻസാറുകൾ. മനസ്സിലാക്കി പഠിക്കുക. ആരാണ് അൻസാർ, ആരാണ് മുഹാജിർ എന്നത് മനസ്സിലാക്കി പഠിക്കുക. അൻസാറുകളിലെ പ്രമുഖ ഗോത്രങ്ങളായിരുന്നു ആര്? ഔസ്, അസ്റജ്. മനസ്സിലാക്കി പഠിക്കുക. പ്രമുഖ ഗോത്രങ്ങൾ, അൻസാറുകളിലെ പ്രമുഖ ഗോത്രങ്ങൾ ഔസ്, ഹസ്റജ്. അവർ തമ്മിൽ വർഷങ്ങളോളായി കലഹമായിരുന്നു. എന്നാൽ ഇസ്ലാം അവരെ ഒന്നിപ്പിച്ചു. എല്ലാം മറന്നവർ സഹോദരങ്ങളായി. ഔസ്, ഹസ്റജ് വർഷങ്ങളോളായി കലഹിച്ചിരുന്ന അവരെ ഒന്നിപ്പിച്ചത് എന്തായിരുന്നു? ഇസ്ലാമാണ് അവരെ ഒന്നിപ്പിച്ചത്. മനസ്സിലാക്കുക. പിന്നെന്താണ്? മസ്ജിദുൻ നബവി നിർമ്മിച്ചതോടെ, മസ്ജിദുൻ നബവി നിർമ്മിച്ചതുപോലെ ആരാധനാലയം എന്ന പോലെ ഇസ്ലാമിൻ്റെ ഭരണശിരാകേന്ദ്രമായി. മസ്ജിദുൻ നബവി ഇസ്ലാമിൻ്റെ ഭരണശിരാകേന്ദ്രം. ഇസ്ലാമിൻ്റെ ഭരണശിരാകേന്ദ്രമാണ് ഏത്? മസ്ജിദുൻ നബവി. മനസ്സിലാക്കുക. പിന്നെ പാഠശാലയും കോടതിയും സാന്ത്വന കേന്ദ്രവുമായി. പാഠശാലയും കോടതിയും സാന്ത്വന കേന്ദ്രവുമായി മസ്ജിദുൻ നബവി. അത് മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ മസ്ജിദാണ്. രണ്ടാമത്തെ മസ്ജിദാണ് മസ്ജിദുൻ നബവി. അപ്പോൾ ഒന്നാമത്തെ മസ്ജിദ് മസ്ജിദുൽ ഹറാമും, രണ്ടാമത്തത് മസ്ജിദുൻ നബവിയും, മൂന്നാമത്തത് മസ്ജിദുൽ അക്സായും. മനസ്സിലാക്കി പഠിക്കുക. ശ്രേഷ്ഠതയുടെ ക്രമങ്ങൾ എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ എഴുതുക. ഒന്നാമത്തേത് മസ്ജിദുൽ ഹറാമും, 2 മസ്ജിദുൻ നബവിയും, 3 മസ്ജിദുൽ അക്സായും എന്നിങ്ങനെ 1, 2, 3 സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫ് എവിടെയാണ്? ആയിഷ ബീവിയുടെ വീട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ആ ഖബർ ഷരീഫിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മെമ്പറയ്ക്കുമിടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മെമ്പറയ്ക്കുമിടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ്. കഅബയുടെ
പുനരുദ്ധാരണം പലതവണ നടന്നിട്ടുണ്ട്. ഇപ്പോൾ 1,00,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുണ്ട്. 1,00,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുണ്ട്. മനസ്സിലാക്കുക, 1,00,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുണ്ട്. അഷ്റഖുൽ ബദറു അലൈന, സാര എഴുതുക, പൂർണ്ണചന്ദ്രൻ ഞങ്ങളിൽ ഉദിച്ചു. മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. അടുത്ത 4ാമത്തെ ചാപ്റ്റർ എന്താണ്? അന മുസാഫിർ. അന മുസാഫിർ എന്ന് പറഞ്ഞാൽ എന്താണ്? അന മുസാഫിർ, ഞാൻ യാത്രക്കാരിയാണ്. അപ്പോൾ ഈ പാഠത്തുനിന്ന് അറബി സംഭാഷണത്തിൻ്റെ ഒരു പാഠഭാഗമാണ്. ഈ പാഠത്തുനിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ യാത്രക്കാരിയാണ് എന്നതിൻ്റെ അറബി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. അതുപോലെ എന്താണ്? ഞാൻ നിന്നെ കണ്ടതിൽ സന്തോഷിക്കുന്നു. എന്താണ്? അന സഈദും ബിമുഖാബലത്തിക, അഭിമുഖമായി കണ്ടതിൽ സന്തോഷിക്കുന്നു. അന സഈദത്തുൻ ബിമുഖാബലത്തിക. മനസ്സിലാക്കുക. അന മുസാഫിറത്തുൻ മാ സൗജി ഇലാ ഡൽഹി. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഡൽഹിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതൊക്കെ അപ്പോൾ മനസ്സിലാക്കിയിട്ട് എഴുതുക. ഇതുപോലെ സ്ഥലങ്ങൾ തന്നിട്ട് ഞാൻ ദുബായിലേക്ക് പോവുകയാണ് എന്നതിൻ്റെ അറബി എഴുതാൻ പറയും. അപ്പോൾ അന മുസാഫിറു മാ ദുബായ്, അങ്ങനെ എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കുക. രഹിലത്തുൻ സയ്യിദ് ഹാപ്പി ജേണി. ഹാപ്പി ജേണി, സന്തോഷമായ യാത്ര നേരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് 4 പാഠത്തു നിന്നുള്ള റിവിഷനാണ് ഞാനിവിടെ പറഞ്ഞത്. ബാക്കി പാഠങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് പാർട്ട് 1 എന്ന് എഴുതും, അടുത്തത് പാർട്ട് 2 എന്നത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അടുത്ത വീഡിയോ കാണുക, ഉപകാരപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.